ഒരു വസന്തകാലത്തിനു കൂടി കലാലയം വാതിൽ തുറക്കുകയായി. പ്രണയത്തിൻ്റെ രസതന്ത്രങ്ങൾ പങ്കുവച്ച, പറയാതെ കാത്തു സൂക്ഷിച്ച പ്രണയത്തിൻ്റെ മൗനം തണൽ കൊണ്ട പൂമരച്ചൂടുകൾ, രാഷ്ട്രീയ വിദ്യാഭ്യാസം ചൂടുവച്ച ഇടനാഴികൾ എല്ലാം വീണ്ടും വീണ്ടും സജ്ജമാവുന്നു, സ്വാഗതമോതുന്നു. പുതിയ കഥകൾക്കായി, പുതിയ കൂട്ടുകാർക്കായി നവാഗതരെ നിങ്ങൾക്ക് സ്വാഗതം. 6, 7, 8, 1, 2, 3, 4, 5, 6. റൂം നമ്പർ 21. രാധാകൃഷ്ണൻ. ഹോസ്റ്റൽ ഫീ ആ ടേബിളിൽ അടച്ചേക്കും. എടാ വേഗം വാ. ആ നെക്സ്റ്റ് സൈൻ ചെയ്തോളൂ. ആ നല്ല വ്യക്തമായിരിക്കണം. എന്തുവാടേ ഇത്? പ്രാവ് കാഷ്ടിച്ചതുപോലെ ഉണ്ടല്ലോ ഹാൻഡ് റൈറ്റിംഗ്. കോപ്പി എഴുതി പഠിക്കണം. അല്ല സാർ, ഇവര് കൊച്ചു പിള്ളേരല്ലേ, ഇവരുടെ പെട്ടിയും പുസ്തകമൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ റൂമിൽ കൊണ്ടുവയ്ക്കായിരുന്നു. അല്ലേടാ? അത്രയ്ക്ക് വലിയ ആഡംബരം ഒന്നും വേണ്ട. വിട്ടോ. അല്ല, ഇനി ഇങ്ങനെ നോക്കി നിന്നാലേ ചേട്ടന്മാർക്ക് നല്ല നോക്കൂലി തരും. അതും ഈ കൊച്ചനുജന്മാരെ മുമ്പിൽ വെച്ച്. എന്താ ഇൻട്രസ്റ്റ് ഉണ്ടോ? പ്ലീസ്. അപ്പൊ ഇവിടെ റാഗിംഗ് ഒന്നും നടക്കില്ലല്ലേ? ഞങ്ങൾ ആ സീനിയേഴ്സിനെ കണ്ട് പേടിച്ചിരിക്കുകയായിരുന്നു. ആ താൻ അങ്ങോട്ട് മാറി നിൽക്കി. പ്രധാനപ്പെട്ട ഹോസ്റ്റൽ റൂൾസ് ഞാൻ നിങ്ങളെ ഇൻഫോം ചെയ്യാം. എല്ലാ ഹോസ്റ്റൽ ഇൻമേറ്റ്സും വൈകുന്നേരം 7:30 ഹോസ്റ്റലിൽ തിരിച്ചെത്തിയിരിക്കണം. മതിയായ കാരണങ്ങളില്ലാതെ ഹോസ്റ്റലിൽ വൈകി എത്തുന്ന കുട്ടിയെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കുന്നതാണ്. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന കുട്ടികൾ രാത്രി 10 മണിക്കുള്ളിൽ അവ ഹോസ്റ്റൽ വാർഡന്റെ മുറിയിൽ, അതായത് എന്റെ മുറിയിൽ ഏൽപ്പിക്കേണ്ടതാണ്. പിന്നീട് വരുന്ന ഏത് കോളും അറ്റൻഡ് ചെയ്യാൻ വാർഡന്, അതായത് എനിക്ക് അധികാരമുണ്ടായിരിക്കുന്നതും ഏതെങ്കിലും കൊനസ്റ്റ് കോൾ ആണെങ്കിൽ രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതുമാകുന്നു. ഇവനെ ഞാൻ വിചാരിച്ചിട്ട് ഒതുക്കാൻ പറ്റിയില്ല. ഇങ്ങനെ ഒതുക്കിക്കോളും. ഏതെങ്കിലും വിദ്യാർത്ഥി ബീഡി, സിഗരറ്റ്, പാൻ മസാല, മദ്യം തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി അയാളെ ഹോസ്റ്റലിൽ നിന്നും പുറത്താക്കുന്നതായിരിക്കും. പിന്നെ റാഗിംഗ്, അങ്ങനെ ഒരു വാക്ക് ഇവിടെ ആരോ ഉച്ചരിച്ചു. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ഈ ഹോസ്റ്റലിൽ ഞാൻ വന്ന കാലം മുതൽ ഇതിന്റെ വാർഡനായി എനിക്കോ ഇവിടുത്തെ ചുമരുകൾക്കോ അതിന്റെ അർത്ഥം അറിയില്ല. ഇനി അഥവാ ഏതെങ്കിലും ഒരു സീനിയർ സ്റ്റുഡന്റ് നിങ്ങളെ ആരെയെങ്കിലും അബദ്ധത്തിൽ റാഗ് ചെയ്തെന്ന് ഇരിക്കട്ടെ, ആ നിമിഷം നിങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് പുറത്താകുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കും കേട്ടോ. ഇനി എല്ലാവരും അവരവർക്ക് അനുവദിച്ച റൂമുകളിലേക്ക് പോയിക്കൊള്ളൂ. പിന്നെ രക്ഷിതാക്കളോടൊരു കാര്യം, ഈ പടിക്ക് ഇപ്പുറത്ത് പ്രവേശനമില്ല. ബാക്കിയുള്ളവരെല്ലാം വരിവരിയായിട്ട് നിൽക്കി. ഞാൻ മുന്നിൽ നിൽക്കാം. ഹോസ്റ്റലിന്റെ മുന്നിലുള്ള മെൻസ് ഹോസ്റ്റൽ ബോർഡൊന്ന് തിരുത്തണം. അതെന്തേ? അല്ല, സെൻട്രൽ ജയിലിൽ നിന്നായിരുന്നെങ്കിൽ. സൈലൻസ്. എന്താണോ ഒരു മുറിവുറുപ്പ്? ഒന്നുമില്ല സാർ. എല്ലാവരും വരിവരിയായിട്ട് വന്നോളൂ. നീ ഈ പാർട്ടിയല്ലേ? നീ പോണില്ലേ? ഞാൻ ജാഥപ്പൊക്കെ നിർത്തിയടാ. അതെന്ത് പറ്റിയടാ? പാർട്ടിയിൽ നിന്ന് ഇങ്ങനെ ബുദ്ധിജീവികളൊക്കെ കൊഴിഞ്ഞു പോണ കാലമല്ലേ, അതിന് ഞാനും കൂടെ കൊഴിഞ്ഞു. നമ്മളൊക്കെ ഹോസ്റ്റലേഴ്സാ, ഡേ സ്കോളേഴ്സും നമ്മളോട് അസൂയ. അപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ ഇവിടെ വന്ന് പറഞ്ഞോളൂ. എന്നാ പോട്ടെ. പെൺകുട്ടികളൊക്കെ സൂക്ഷിച്ചോളാം, വലിയ കുഴപ്പമായിട്ടാ. പ്രസിഡന്റാണ്. ജയ് ജയ് ABCP, ജയ് ജയ് ABCP. സ്വാഗതം 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 സ്വാഗതം. ഓക്കേ. എല്ലാത്തിനും മെസ്സോളിൽ വിളിച്ചു വരുത്തി. ക്ലീറ്റസിന് ഒരു പണി ഏൽപ്പിച്ചാൽ അത് നടത്തിയിരിക്കും. സമ്മതിച്ചേ. മിക്കപ്പോഴും ആ പണിയൊക്കെ നമ്മുടെ നെഞ്ചത്താ പറ്റാള് മാത്രം. രക്ഷപ്പെട്ടു. ഉറക്കത്തിൽ പോലും രാജശേഖരൻ സാറിന് 4 നീയൊക്കെ ക്ലാസ്സിൽ സാറന്മാരോട് ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്? എന്താണ് നിന്റെ പേര്?
ഡാഡിയുടെ പേരോ മമ്മീതാ സത്യമായിട്ടും മമ്മീതാ ഡോക്ടർ മമ്മി ആ എല്ലിന്റെ സ്പെഷ്യലിസ്റ്റ് നമുക്ക് ഊരിയാലോ പിന്നെ ഡാഡി മമ്മിക്ക് ഒരു പണിയാക്കോട്ടെ വണ്ടി വരുന്നു ഇപ്പോൾ സുന്ദരായ ഒരു അമ്മായി നിന്റെ എതിരെ വരുന്നു മന്ദം മന്ദം അതും അന്ന നട എന്താ ഇവിടെ എന്താ ഇവിടെ സംഭവിക്കുന്നെന്ന്? അത് പിന്നെ അപ്പേട്ട ഒന്നുമില്ല. ഉണ്ട് സാർ. ഇവർമാര് രാത്രി 11 മണി മുതൽ ഞങ്ങൾ TC സാർ. TCയോ? അതും എന്റെ മൂക്കിന് താഴെ. അതെ സാർ. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കാതെ ഉടനെ എന്നോട് റിപ്പോർട്ട് ചെയ്യണമെന്ന്. ഇവന്മാര് റിയാലിറ്റി ഷോകൾ സൈക്കിൾ അനുകരിപ്പിച്ചു സാർ. നാണമില്ലേടാ നിനക്കൊക്കെ? എത്ര കാലമായി ഒരേ സാധനം തന്നെ ചെയ്യിപ്പിക്കുന്നു. നിനക്കൊന്നും ബോറടിക്കുന്നില്ലേ? എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ? പിന്നെ ഒരു കാര്യം, പുതിയ കുട്ടികൾ വരുമ്പോ ചില കുസൃതികളും തമാശകളും ഒക്കെ ആവാം, അവർക്കൊരു മനോധൈര്യം ഉണ്ടാക്കാൻ വേണ്ടി. പക്ഷെ ആരെങ്കിലും ഹർട്ട് ചെയ്തെന്ന് ഞാൻ അറിഞ്ഞാൽ അത് ഞാൻ സമ്മതിക്കില്ല. ഏതായാലും ഈ കൊല്ലത്തെ റാഗിംഗ് കോട്ട ഇതോടെ അവസാനിക്കുന്നു. എല്ലാരും തമ്മി കൈ കൊടുത്തേ, ഷേക്കാൻ കൊടുത്തേ. പിന്നെ തെറ്റ് ചെയ്താൽ ശിക്ഷ വേണം, വേണ്ടേ? സീനിയേഴ്സ് എല്ലാം ജൂനിയേഴ്സ് എല്ലാം ഇവിടെ നില്ല. 101 തവണ ഏത്തമിടാൻ ഞാൻ വിധിച്ചിരിക്കുന്നു. ഇതുവരെ ഞങ്ങളുടെ കോമ്പൗണ്ടിന് വെളിയിൽ ഇവർ ഗോഷ്ടി കാണിച്ചിട്ടുള്ളൂ. ഇതിപ്പോ ഹോസ്റ്റലിനകത്ത് കയറി തോന്നിയ ദിവസം കാണിക്കാന്ന് വെച്ചാ സാർ ഈ പറഞ്ഞൊക്കെ പച്ച കള്ളമാണ്. ഞങ്ങൾ ആരും ഇതൊരു ഹോസ്റ്റലിലെ പടി പോലും കണ്ടിട്ടില്ല. ശരിയാണ് സാർ, ലേഡീസ് ഹോസ്റ്റലിൽ ഇവർ കേറി എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പോലും പറ്റൂല. അതും രാത്രിയില്. പുണ്യാളന്മാര് അത്തരം കൊല്ലരുതായ്മ ഇവർ കാണിക്കില്ല സാർ, നമുക്കറിയാലോ ഇവരെയൊക്കെ. നിന്റെ ഭാവി ഭർത്താവും കൈവിട്ടു മോളെ. കേട്ടല്ലോ KSPD SFKയുടെയും യൂണിറ്റ് പ്രസിഡന്റ്മാരുടെ അഭിപ്രായങ്ങൾ. അപ്പൊ പിന്നെ ഞങ്ങളുടെ ഡോറിലൊക്കെ പുഞ്ചിരി റാണി, കാന്താരി, സിൽക്ക് സ്മിത എന്നൊക്കെ പേരെഴുതി ഒട്ടിച്ചത് ആരാ? ഞങ്ങളത് ആലോചിക്കണേ, ആരുടെ പണിയാണോ ഇത്? ഈ എഴുതിയവർക്കൊക്കെ പേരെങ്ങനെ കിട്ടി? സർ, ഇവരിങ്ങനെ കയറൂരി വിട്ട് എന്നെയും കുട്ടികളെ ഇൻസൾട്ട്